എവിടെയായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ? ഇന്നലെ രാത്രി പാതി ചത്തൊരു ശവത്തിനെ നാട്ടുകാരെല്ലാം കൂടെ എന്നെ മടിയോട്ട് വെച്ചെന്നില്ലേ? അവളെ താങ്ങി പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് ചെന്നു. അവിടെ കുറെ പണ്ടാരങ്ങൾ എന്നെ പിടിച്ച് വലിച്ച് ആശുപത്രിയിലോട്ട് കയറ്റി. എന്നിട്ട് ഏതാണ്ട് ചവറ് പേപ്പറിലൊക്കെ ഒപ്പിടാൻ പറഞ്ഞു. ആ വെപ്രാളത്തിൽ ഞാൻ അവർ പറയുന്നിടത്തൊക്കെ ഒപ്പിട്ടു. അതോടെ ഞാൻ അവളുടെ നായരുമായി. എന്നിട്ട് ഈ പെട്ടി എന്റെ തലയിലോട്ട് വെച്ച് എന്നിട്ട് അവിടെ കുത്തിരിക്കാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഇതും കൊണ്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചപ്പോൾ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂടും അന്വേഷിച്ചോണ്ട് കുറെ പോലീസുകാരായിട്ട് അവിടെ കളഞ്ഞു നടക്കുന്നു. ഇനി അയാളുടെ കണ്ണിൽ പെട്ടിട്ട് പുലിവാലാക്കണ്ടെന്ന് കരുതി നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ പെട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ അവിടെ ഇരിക്കുക. നേരം വെളുത്തപ്പോ അവളുടെ തന്തയെ കുറെ ആൾക്കാർ ഒരു പട പോലെ അലറി വിളിച്ചോണ്ട് ആശുപത്രിയിലോട്ട് വന്നു. ആ തന്ത എന്നെ കണ്ടത് അലച്ചു ചെല്ലി എന്റെ കാലിലോട്ടും പിന്നെ അവിടുത്തെ തലയും കുത്തി താഴോട്ടും. വെട്ടിയിട്ടവൾ ഒരു സൈഡിലെ പെണ്ണും അവസാനത്തെ വലിയ വലിച്ചോണ്ട് തന്ത അപ്പുറത്തും. ആ തക്കത്ത് ഞാൻ പെട്ടി എടുത്തോണ്ടെങ്കിൽ ചാടി. അവൾ ഏതാണ്ട് കോടീശ്വരന്റെ മകളാണെന്ന് പറഞ്ഞ അതിലുണ്ടോ ഇരുത്തി. നീ ആ പെട്ടി നോക്ക, അതിനകത്ത് എത്ര രൂപയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെറുതാണെങ്കിലും വിലയുള്ള പെട്ടിയാ. അകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും കാണാണ്ടിരിക്കില്ല. നിനക്ക് എന്റെ പേരറിയോ? അപ്പക്കുട്ടൻ നായർ. അത് പണ്ട്, ഇപ്പൊ ആൽഫി. ആൽഫി അതെന്തോ തിന്നുന്ന സാധനത്തിന്റെ പേരല്ലേ? അല്ല, അത് കുൽഫി. അതെ, കുൽഫി. ഇത് ആൽഫി, ആൽഫ്രഡ് ഫെർണാണ്ടസ്. ആ പെണ്ണ് തന്തയായിട്ട് പിണങ്ങിയിട്ട് പ്രേമിച്ച് കെട്ടിയവന്റെ പേര്. അപ്പൊ അവനവിടെ പോയി? ഈടെ അവനെ ആരും കണ്ടിട്ടില്ല. അതല്ലേ എല്ലാരും കൂടെ എന്നെ പിടിച്ച് അവനാക്കിയത്. എന്നാലും അവനവിടെ പോയി? ഈടെ അവനെ ആരും കണ്ടിട്ടില്ലെന്ന്. ഈ പെണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവള് കണ്ണും മൂക്കും തളർന്ന് നടക്കുന്നവർ വാ തുറന്നൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. എന്റെ ഗതികളല്ല എന്ത് പറയാൻ. എന്നാലും അവനവിടെ പോയി? അവനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാ തുറന്നു. ഇതെന്താ വലിയ പെട്ടിക്കകത്തൊരു ചെറിയ പെട്ടി? വെട്ടിയല്ലടാ, കമ്പ്യൂട്ടർ. എത്രയുണ്ട്? 1100 പിന്നെ 20. അത്രേ ഉള്ളൂ? നിന്റെ അത്യാവശ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അത്രയെങ്കിലും ഉണ്ടല്ലോ. അപ്പോ ചേട്ടനാ ഇരിക്കണം ഇരിക്കണം. ഇനി താൻ അങ്ങനെ എന്നെ ഇരുത്താൻ നോക്കണ്ട. 2-3 മാസം വാടക കുടിശ്ശിയുണ്ട്. ഇനി അവധിയില്ല. ഇപ്പൊ ഇറങ്ങണം. ഇത് കണ്ട 2 മാസം വാടകയുണ്ട്. ഇത് അങ്ങോട്ട് കൊണ്ട് തരാതിരിക്കായിരുന്നു. അടുത്ത ഞാൻ 2-3 ദിവസം കൊണ്ട് തരാം. ഞാൻ 3-4 ദിവസം വീട്ടിൽ കൊണ്ട് തരാം. 2 ദിവസം കഴിഞ്ഞ് 2-3 ദിവസം വീട്ടിൽ കൊണ്ട് തരാം. ആ ശരി. വാടാ. അത് പോയി. ദേ ചെക്കും ബാങ്കിന്റെ ബുക്കും. എവിടെ? എന്റെ അമ്മോ, 23 ലക്ഷം അവളുടെ അക്കൗണ്ടിൽ ബാങ്കിലുണ്ട്. പടച്ചോനെ, 23 ലക്ഷം. ചെക്ക് ബുക്ക് ഉണ്ട്, നമുക്ക് എഴുതി എടുക്കാം. എഴുതി അങ്ങോട്ട് കൊടുത്ത ഉടനെ കാശ് എടുത്തരാൻ നിന്റെ പാപ്പ അവിടെ മാനരാ? ഒരു വസ്തു അറിഞ്ഞൂടാ. ഇവിടെ അവള് ചെക്കിൽ ഒപ്പിടണം. മണ്ട മുത്തപ്പ. ഓളും ബാപ്പയും മയ്യത്താവുന്നല്ലേ ഇനി പറഞ്ഞത്? രണ്ടിന്റെ കിടപ്പ് കണ്ടിട്ട് കാറ്റ് പോണ ലക്ഷണമാണ്. അങ്ങനെ കാറ്റ് പോയാ പിന്നെ 23 ലക്ഷം ആർക്കാ? ഓളെ പുയ്യാപ്പിളക്ക് എന്ന് വെച്ചാ നിനക്ക്. അപ്പൊ ഒറിജിനൽ ആൽഫി വരും, ലക്ഷവും കിട്ടൂല, ആൽമാറാട്ടത്തിന്റെ പേരിൽ കേസാവും. ഞാനില്ല, ഞാൻ സത്യം തുറന്നു പറയാൻ പോവാ. അങ്ങനെ തുറന്ന് പറയാൻ വരട്ടെ. നമുക്ക് ആശുപത്രി പോയിട്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് വിസ്തരിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് മതി സത്യം തുറന്നു പറയാൻ. ഞാൻ സത്യം തുറന്നു പറയാൻ പോവാ. മോഷണം, ജയില്, തൂക്കുമരം, ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന വഴികൾ. വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം? വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം? ആ വഴി കൂടെ പോയിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഈ വഴിയിലാണെങ്കിൽ പിന്നെ നമ്മൾ ഏത് വഴിയിലായി പോവും? പോയി നോക്കണോ? അവിടെ നിന്നേ, അവിടെ നിന്നേ. ഒരു പാവം പിടിച്ച പെണ്ണിനെ പ്രേമിച്ച് കെട്ടിയിട്ട് അവളെ ഒന്നിനും കൊള്ളാതായപ്പോ മുങ്ങി രക്ഷപ്പെടാൻ നോക്ക. അങ്ങനെയൊന്നും അല്ല. പിന്നെ താനല്ലടോ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞു ഓപ്പറേഷന് മുമ്പ് ഒപ്പിട്ടത്. അതൊരു പെണ്ണുമ്പോൾ അവിടെ ഒപ്പിട ഇവിടെ ഒപ്പിട അവിടെ ഒപ്പിടാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒപ്പിട്ട് പോയതാ. അതിപ്പോ നീ ഉണ്ടാക്കിയ സൂത്രല്ലേ? സൂത്രോ? ദേവരാജ് മറ്റേ വർത്താനം പറയരുത്. എന്റെ പേര് KC അപ്പുക്കുട്ടുന്ന, കുറ്റിപ്പുറത്ത് ചേരിൽ അപ്പുക്കുട്ടുന്നാര്. തനിക്ക് വിശ്വാസമല്ലേ? ബർത്ത് സർട്ടിഫിക്കറ്റ്, SSLC ബുക്ക് നാളെ കൊണ്ട് കാണിച്ചു തരാം. അതിപ്പോ ഏത് ചേരിയിലും ഏത് പേരിലും ആർക്കും കിട്ടും. എന്നാ ഒരു കാര്യം ചെയ്യും, അവന്റെ പേരെന്താ? ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നൊരു കല്ലാസ് ഉണ്ടാക്കിയിട്ട് താനാ അവളെ കെട്ടിയെന്ന് പറ. പോയി പണി നോക്കണോ? ഓടോ. അപ്പൊ സത്യം പറയാൻ പോവാ? സത്യം പറയാൻ പോവാ? അതെ, രാവിലെ ഞാൻ വരും. ഉള്ളതൊക്കെ എല്ലാവരോടും അങ്ങ് തുറന്നു പറയും. അതോടെ ഏർപ്പാട് ക്ലോസ് ചെയ്യും. തനിക്ക് എന്താണോ വേണ്ടത്? ഞാൻ സമ്മതിക്കില്ല. എന്ത് വന്നാലും നീ സത്യം പറയാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് സത്യം പറഞ്ഞേ പറ്റൂ. എന്താണ് നിന്റെ അപ്പന്റെ പേര് ഹരിചന്ദ്രൻ? അല്ല, ഗോവിന്ദൻ നായർ. പിന്നെ എന്താണ് നിനക്ക് ഇത്തിരി കള്ളം പറഞ്ഞാല്? എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ പൊന്നാൽഫി മോനെ. ഓ, അപ്പുക്കുട്ടൻ നായരുടെ മോനെ, ഞാൻ പറയുന്നത് കേക്ക്. നീ പറഞ്ഞത് ശരിയാ. കള്ളം പറയേണ്ട കാര്യം നിനക്കില്ല. പക്ഷെ ഇവിടത്തെ സ്ഥിതി കൂടി ഒന്ന് ആലോചിക്കണ്ടേ? മോളുടെ ഗതി കണ്ട് നിന്റെ മുമ്പിലല്ലേ ആ വർമ്മ സാറ് ബോധം കെട്ട് വീണത്. ആ ഷോക്കിന്ന് ഇതുവരെ അങ്ങേര് കര കയറിയിട്ടില്ല. ഈ നിലയിൽ ഇതും കൂടി കേട്ട ആ പാവം ചത്തു. ഞാനല്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? നിനക്ക് സത്യം പറയണല്ലേ? ആ, നീ സത്യം പറഞ്ഞോ. ഒരു 3-4 ദിവസം കൂടി കഴിഞ്ഞോട്ടെ, അങ്ങോട്ടൊന്ന് എഴുന്നേറ്റ് നിന്നോട്ടെ.
എന്തും കേൾക്കാനുള്ള മനക്കെട്ടി അദ്ദേഹത്തിന് വന്നോട്ടെ. നിന്നെ ഞാൻ ഈ ഇരവിക്കുട്ടിപ്പിള്ള അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി സത്യം പറയിപ്പിക്കുക. അതുപോലെ അതിനിടെ ശരിക്കുള്ള വന്ന ഞാൻ കള്ളനാവില്ലേ? വരുന്നെങ്കിൽ എന്നേ വരണമായിരുന്നു. നമുക്കറിയാത്ത എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ട്. ചന്ദ്രക്കുഞ്ഞ് വാ തുറക്കാതെ നടന്നോ ഒന്നും അറിയാനും പറ്റില്ല. ഇനി അഥവാ വന്നാൽ ഞാൻ പറയും, ഞാൻ പറഞ്ഞിട്ടാണ് നീ ഈ നല്ല കാര്യത്തിന് കൂട്ടുനിന്നതെന്ന്. പോരെ? ഒരു 3 ദിവസം നീ ഇവിടെ വരിക പോവുക. ഏതല്ലാത്ത ഉപകാരല്ലേ? നീ വരുമോ? 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ സത്യം പറയും. നീ നല്ല പയ്യനാണ്. നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. എന്നാ ശരി, ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞോ? ഇല്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഞാൻ പറയുന്നത് വരെ ഒരു സത്യം ഒരാളോടും പറയരുത്. വാ, സത്യം പറയണ നേരാവുമ്പോ ഞാൻ പറയാം. ആൽഫി വന്നോന്ന് അനിയൻ അന്വേഷിക്കായിരുന്നു. നല്ല ചായ ഉണ്ട്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ. നമ്മുടെ സ്റ്റേറ്റിലെ ചായപ്പൊടിയാ. ആൽഫിക്ക് ഇവരെ ആരെയും പരിചയമില്ലല്ലോ. ഇത് എന്റെ മൂത്ത പെങ്ങളാ. ഇത് പെങ്ങളുടെ മോള് ഇന്ദു. ഇത് ശോഭ. ഇനി ഒരു പെങ്ങളുണ്ട് അമേരിക്കയിലാ, അമ്മുക്കുട്ടി. അവക്കൊരു മകനുണ്ട്, അവൻ ഡോക്ടറാ. പിന്നെ ഇവരെ പരിചയപ്പെട്ടിരുന്നില്ല. പരിചയം. ഇനിയിപ്പോ എന്തായാലും നമ്മളൊക്കെ ഒരു കുടുംബമായിട്ട് കഴിയേണ്ട ആൾക്കാരല്ലേ. അധികം സംസാരിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ അമ്മാവ? എനിക്ക് ആൽഫിയെ കാണുമ്പോ മനസ്സിന് വല്ലാത്ത സമാധാനവും ശക്തിയൊക്കെ തോന്നുക. ഇത് ഇരവി. അറിയാം. അങ്ങനെ അറിഞ്ഞാ പോരാ. ഞാൻ പഞ്ഞിക്കുരി ബിസിനസ്സുമായിട്ട് നടക്കുന്ന കാലം മുതല് ഇയാൾ എന്റെ കൂടെ ഉണ്ട്. ഇരവി വിഷം കൊടുത്ത് കുടിക്കാൻ പറഞ്ഞാലും അനിയൻ കുഞ്ഞും കുടിച്ചോളും, അത്ര വിശ്വാസ. ഞാനൊരു ക്രിമിനൽ വക്കീലായതുകൊണ്ടല്ല ചോദിക്കുന്നത്. വിഷമം തോന്നരുത്. ബന്ധുക്കളാരും ഇല്ലേ? അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ? അച്ഛനമ്മ സഹോദരങ്ങളുണ്ട്. അവരൊക്കെ അങ്ങ് ഡെറാഡൂണില്ല. അത് തനിക്കെങ്ങനെ അറിയാം? കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട്ടിൽ നിന്ന് ചന്ദ്രയുടെ കോണ്ടസ കാറ് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തില്ലേ? അപ്പൊ പരിചയപ്പെട്ടതാ. കോണ്ടസ അന്ന് പരിചയപ്പെട്ടതാ. എന്നിട്ട് അന്ന് താനത് പറഞ്ഞില്ലല്ലോ. അന്ന് നിങ്ങൾ കണ്ട കീരിയും പാമ്പും പോലെയല്ലേ? ഞാൻ മിണ്ടി കണ്ടു എന്നങ്ങാൻ പറഞ്ഞ എന്റെ മേൽ ചാടി കയറാനോ? ഓഹോ, അപ്പൊ ഇരവി മാമൻ മാത്രമേ നേരത്തെ ഇവിടെ ആൽഫിയെ കണ്ടിട്ടുള്ള ആളുള്ളൂ. എന്നാ ഞാൻ ഒരു സത്യം പറയാം. എന്നാ സത്യം ഞാൻ തുറന്നു പറയാം. ഞാൻ സത്യം തുറന്നു പറയാം. ഞാൻ സത്യം തുറന്നു പറയാം. ഈ രണ്ടുപേരും പറയാൻ പോകുന്ന ഒരു സത്യമില്ല. അപ്പൊ അത് ഞാൻ സത്യം പറഞ്ഞാൽ എന്താ? അപ്പൊ അത് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ കള്ളനാവില്ല. ഞാൻ സത്യം പറയാം. സത്യമല്ല ഈ സത്യം. എനിക്കെങ്ങനെ കള്ളനാവും? ഈ സത്യം ഞാൻ പറയാം. ഞാനൊരു ബിയർ അടിച്ചു. ബിയർ? ബിയർ. എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ പരിചയപ്പെട്ടപ്പോ ആൽഫി പറഞ്ഞു ഒരു ബിയർ അടിക്കാമെന്ന്. ഇപ്പോഴത്തെ ടെൻഷന് ഞാൻ അന്ന് ആദ്യമായിട്ട് ബിയർ അടിച്ചു പോയി. ആദ്യമായിട്ട് താനല്ലെങ്കിലും പാത്തും പതുങ്ങിയും ഇടയ്ക്കൊക്കെ ലേശം അടിക്കാറുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിന്റെ ഗുണം? പോവാ. ആഫീസിൽ കുറച്ച് പണിയുണ്ട് നീ പറഞ്ഞു. ആൽഫി, എനിക്ക് ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. എന്നാലും 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്നാണ് ഡോക്ടർമാര് പറഞ്ഞത്. അത് മതി. പ്രഷറൊക്കെ നോർമലായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ വേണമെങ്കിലും പറയാം. ഇപ്പൊ വേണ്ട. മനസമാധാനമായിട്ട് ഭാവി തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളാണ്. വർമ്മ സാറ് കിടന്നോണം. എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ എനിക്ക് ഹൃദയസ്തംഭനം ഉണ്ടാക്കി ഇറങ്ങിയിരിക്കുക. ഞാൻ വിചാരിച്ചു ഒറിജിനൽ സത്യം പറയാൻ പോവാണെന്ന്. നീ നിന്റെ ഇഷ്ടത്തിനൊന്നും വിചാരിക്കണ്ട. വിചാരിക്കേണ്ട സമയത്ത് ഞാൻ പറയാം. ഈ ക്യാഷ് ഉണ്ടോ? ഒരു 500 റുപ്പീസ് തരാൻ. ഒരു 500 രൂപ കൊടുത്ത്. അല്ല, ഇതിപ്പോ ആരെ കണക്കിലാ എഴുതേണ്ടത്? അത് നിന്റെ അമ്മായി അമ്മയുടെ പ്രസവത്തിന് പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോയ കണക്കിലങ്ങ് എഴുതിയാ മതി. നീ കിന്നാരം ഒന്നും പറയണ്ട. പറയണത് കേട്ടാ മതി. സാർ, എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിഞ്ഞില്ല സാർ ഇത്രയും വലിയൊരാളാണെന്ന്. ചന്ദ്രയുടെ ഭർത്താവാണെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ കണ്ണും പൂട്ടി ഞാൻ അപ്പോഴേ ലോൺ തരുമായിരുന്നല്ലോ. സാറിന് എത്ര രൂപ ലോൺ വേണം? ഞാൻ ഇന്ന് തന്നെ സാങ്ഷൻ ചെയ്ത് തരാം. അപ്പൊ ലോൺ കിട്ടുമോ? ഞാൻ ഈ വർക്കീസാണ് പറയുന്നത്. നാളെ രാവിലെ ബാങ്കിലോട്ട് വാ. ലോൺ ഞാൻ ശരിയാക്കി തരാം. സാർ ഒരു ഒറ്റ ഒപ്പിട്ട് തന്നാൽ മതി. എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം. അല്ലെങ്കിൽ വേണ്ട, ഫോം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എന്നോട് ഒരു വിരോധവും മനസ്സിൽ തോന്നരുത്. സാറിന്റെ ചന്ദ്ര ടെക്സ്റ്റൈൽസ് കമ്പനിയുടെ മുഴുവൻ അക്കൗണ്ടും ഞങ്ങളുടെ ബ്രാഞ്ചിലാണ്. ദയവ് ചെയ്ത് അതൊന്നും പിൻവലിക്കരുത്. ബ്രാഞ്ച് പൂട്ടിപ്പോകും. ബാങ്കിന്റെ ഭാവിയല്ലേ സാർ ഞങ്ങളുടെ ഭാവി. അതൊന്നും പേടിക്കണ്ട. ലോൺ ശരിയാവോ? എന്തിനാ സാർ സംശയം? വർഗീസിന്റെ വാക്കാണിത്. അപ്പൊ നാളെ ഞാൻ ബാങ്കിൽ വരാല്ലേ? അയ്യോ, ധൈര്യമായിട്ട് വരണം സാറേ. ഞാൻ മനസമാധാനമായിട്ട് പൊയ്ക്കോട്ടെ. എന്ത് പറ്റിയടാ? നമ്മൾ ഈ പെട്ടിയിലെ സാമാനങ്ങൾ വിൽക്കാൻ നോക്കി. ചന്ദ്ര കോനെ? വാട്ട്സ് ദ മാറ്റർ? കോന ചന്ദ്ര? ചന്ദ്ര, ഷീസ് മൈ വൈഫ്.
ये बैग तुम्हारा है? इट्स माय बैग, इट्स माय बैग। देखिए, इसको हमने इस बैग के साथ एक अजीब हालत में पकड़ा है और इस पर जो टैग लगा है वो हॉस्पिटल का है। It's my bag and he's my servant and he's bringing this bag. But he looks like a thief. Not only his face, but his father's face is also looks like a thief. Thank you very much, sir. Oh, I see. Thank you very much. Thank you for the bag. चलो चलते हैं। നമ്മളാണ് ഒറ്റ മുക്കാല് കയ്യില്ലാത്തോണ്ട് കിട്ടുന്ന ആട്ടെന്ന് വെച്ചിട്ട് ഞാൻ പടച്ചോനെ കണ്ടു. ഏത് പഠിച്ചോ? എടാ ഞാൻ കുറച്ചു മുമ്പ് പടച്ചോനെ കണ്ടു ബാങ്ക് മാനേജർ രൂപത്തില്. ബാങ്കിൽ ചെന്ന് ഒപ്പിട്ട എത്ര ലക്ഷം രൂപ ആണെങ്കിലും കിട്ടും, 4 ലക്ഷം ഒന്നും അല്ല. നേരാണോ നീ താങ്ക് യു. അയാൾ വിചാരിച്ചിരിക്കുന്നത് ഞാൻ പെണ്ണിന്റെ ഭർത്താവാണെന്ന്. അതുകൊണ്ട് ഈ ലോൺ കൈ കിട്ടുന്നിടം വരെ ഞാൻ ഈ കളി തുടരാൻ പോവാണ് മോനെ. ഇനിയിപ്പെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലടാ മോനെ. ഇവിടെ ആരും ഇല്ലേ? இங்க யாரும் கிடையாது சார். அவங்க வீட்டை காலி பண்ணிட்டு போயிட்டாங்க. எங்க? தெரியாதுங்க. ഈ കാശ് കൈ കിട്ടാൻ എത്ര നാളാവും? ബാങ്കിന്റെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഓക്കെ വരണം. ഞാൻ റെക്കമെൻഡ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. എന്നാലും കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ എളുപ്പം വരുമല്ലോ അല്ലേ? സാറിന്റെ കാര്യത്തിൽ ഞാൻ ഉഴപ്പോ ഏറി പോയ ഒരാഴ്ച. മതി മതി. പിന്നെ ഞാൻ ആശുപത്രി വരാം. എന്തിന്? അമ്മാവനോട് റെക്കമെൻഡേഷൻ. ചന്ദ്ര ടെക്സ്റ്റൈൽസിന്റെ അക്കൗണ്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. ചന്ദ്ര ടീയുടെ അക്കൗണ്ട് യൂണിറ്റി ബാങ്കിലാണ്. അതിങ്ങോട്ട് മാറ്റി കിട്ടിയാൽ അമ്മാവന് സുഖമല്ലായിരിക്കില്ലേ? ഇപ്പൊ വേണ്ട, ഞാൻ സൗകര്യമായിട്ട് ഒരു ദിവസം ആശുപത്രി വരാം. നല്ല മൂടി ഇരിക്കുമ്പോ നമുക്ക് പറയാം. ആ അക്കൗണ്ട് ഇങ്ങോട്ട് മാറ്റി കിട്ടിയ എന്റെ പ്രൊമോഷന്റെ കാര്യം ഷുവറാ. പിന്നെ സാറിന് ഞാൻ ലോണെന്നും പറഞ്ഞ് 50-60 ലക്ഷം എഴുതി തരും. സമയാവട്ടല്ലേ? ഇതിന്റെ കാര്യം ഒരാഴ്ച. ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. വർമ്മ സാർ ഉഷാറായി. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ആളിപ്പോ ഇരുമ്പ് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അത് നന്നായി. മൂപ്പർക്ക് വിഷമാവുമെങ്കിലും ഇനിയിപ്പോ ഉള്ള സത്യം പറയാൻ മടിക്കണ്ട. നമുക്ക് ഇപ്പൊ തന്നെ പറയാം അല്ലേ? എന്ത്? താൻ ആൽഫിയല്ല, അപ്പുക്കുട്ടനാണ് ചന്ദ്രകുഞ്ഞിന്റെ ഭർത്താവല്ലാന്ന്. എനിക്ക് വയ്യ. അതെന്താ? എനിക്ക് വയ്യേ. അതെന്താന്നാ ഞാൻ എനിക്ക് വയ്യ. അത് തന്നെ. അപ്പൊ എന്താടാ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം പിന്നെ പറയാം. ഞാനാണ് ആൽഫി, ചന്ദ്രയുടെ ഭർത്താവ്. അത്രയും മനസ്സിലായോ? 14-ാം തീയതി ഞങ്ങൾ രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് കല്യാണം കഴിച്ചു. തൽക്കാലം ഇതൊന്നും മാറ്റി പറയാൻ സൗകര്യമില്ല. അത് തന്നെ.